ഇങ്ങോട്ടൊന്ന് നോക്കാം നിങ്ങള്. അല്ലാഹു കനകുംഭമുള്ള മേഘപാളികളെ ഒരു ദേശത്തിൽ നിന്ന് മറ്റൊരു ദേശത്തിലേക്ക് മന്ദം മന്ദം കൊണ്ടുപോകണം നോക്കാം നിങ്ങള്. തള്ളി തള്ളി കൊണ്ടുപോവാണ്. അപ്പൊ ഈ സമയത്ത് പറയാൻ പറ്റിയ നല്ലൊരറിവ് നിങ്ങൾ കേട്ടോളി. അള്ളാഹുവിന്റെ റസൂലിനെ വഫാത്തിന് മുമ്പേ അള്ളാഹു വഫാത്തിന് തയ്യാറാക്കി. ഇന്നക മയ്യിത്തുൻ ഫഇന്നഹും മയ്യിത്തുൻ. നബിയെ, എല്ലാരും മരിക്കും നബിയെ, അങ്ങും മരിക്കും നബിയെ. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന് ശക്തമായ പനി ബാധിച്ചു. രണ്ടുപേരുടെ തോളിൽ തൂങ്ങിയിട്ട് അള്ളാഹുവിന്റെ റസൂല് പള്ളിയിലേക്ക് പോയി. സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, അള്ളാഹു അവന്റെ അടിമക്ക് ദുനിയാവും ആഖിറവും കാണിച്ചു കൊടുത്തിട്ട് ഇതിലേതാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോ അവന്റെ അടിമ ആഖിറം തെരഞ്ഞെടുത്തു സ്വഹാബ. അപ്പോ ആ സദസ്സിൽ നിന്ന് ഒരു സ്വഹാബി വല്ലാത്ത കരച്ചിൽ കരഞ്ഞു. അപ്പൊ എല്ലാ സ്വഹാബികളും കരയുന്ന സ്വഹാബിയെ നോക്കി. എന്തിനാണ് ഈ സ്വഹാബി ഇങ്ങനെ കരയണേ? അള്ളാഹുവിന്റെ റസൂല് അള്ളാഹു അവന്റെ അടിമക്ക് ദുനിയാവും ആഖിറവും കാണിച്ചു കൊടുത്തിട്ട് ഇതിലേതാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോ ആ അടിമ ആഖിറം തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോ ഈ സ്വഹാബി എന്തിനാണ് ഇങ്ങനെ കരയണത്? അപ്പൊ ആ സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാ, നബിയെ, ആ അടിമ അങ്ങല്ലേ നബിയെ, അങ്ങയുടെ വഫാത്ത് അടുത്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നബിയെ. ഇത് കേട്ടപ്പോ സ്വഹാബികളൊക്കെ അങ്ങോട്ട് കരയാൻ തുടങ്ങി. ആ കരയുന്ന സ്വഹാബികളെ നോക്കിയിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, സ്വഹാബ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് വല്ല പ്രതികാരവും ചെയ്യാനുണ്ടോ? സ്വഹാബികളൊക്കെ അത്ഭുതപ്പെട്ടു. നബിയെ, അങ്ങയോട് പ്രതികാരം ചെയ്യാനോ? എന്താ അള്ളാന്റെ റസൂല് പറയുന്നത്? അങ്ങയോടൊരു പ്രതികാരമോ? പക്ഷേ ആ സദസ്സിന്റെ മൂലയിൽ നിന്ന് ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് അങ്ങയോട് പ്രതികാരം ചെയ്യാനുണ്ട്. സ്വഹാബികളൊക്കെ അത്ഭുതപ്പെട്ടുപോയി. ഉമർ റളിയല്ലാഹു അൻഹു വാളില് തന്റെ വിരലുകൾ മുറുക്കാൻ തുടങ്ങി. അള്ളാന്റെ റസൂല് സമ്മതം തന്നാൽ ആ മനുഷ്യന്റെ തല കൊയ്യാൻ വേണ്ടിയിട്ട് ആരാ എഴുന്നേറ്റ് നിന്നതെന്നറിയോ? സ്വഹാബിയായ ഉകാശ റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂലിന്റെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നബിയെ, യുദ്ധക്കളത്തിലേക്ക് ആളുകളെ അണിയണിയായി നിർത്തുന്ന സമയത്ത് അങ്ങയുടെ കുന്തം കൊണ്ട്, അങ്ങയുടെ വടി കൊണ്ട് അങ്ങ് എന്നെ ഒന്ന് കുത്തിയിട്ടുണ്ട്, എനിക്കതിന് പ്രതികാരം ചെയ്യണമെന്ന്. സഹാബികളൊക്കെ പല്ലിറുമ്പിയിട്ട് അത്ഭുതത്തോടെ ആ ഉകാശയെ നോക്കി നിന്നുപോയി. അത്ര എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനോട് എങ്ങനെയാണ് പ്രതികാരം ചെയ്യേണ്ടത് എന്ന് എനിക്കറിയോ നബിയെ? അങ്ങ് എന്നെ കുത്തിയ ആ വടി കൊണ്ട് തന്നെ എനിക്ക് പ്രതികാരം ചെയ്യണമെന്ന്. അപ്പൊ അള്ളാന്റെ റസൂല് വീട്ടിലേക്ക് ഒരാളെ പറഞ്ഞയച്ചു. ആ വടി എടുത്തു കൊടുന്നു. പിന്നെയും ഉകാശ റളിയല്ലാഹു അൻഹു ഡിമാൻഡ് വെച്ചു, നബിയെ, അങ്ങനെ കുത്തുന്ന സമയത്ത് ഞാൻ കുപ്പായം ഇട്ടിട്ടുണ്ടാന്നില്ല, അതുകൊണ്ട് നബിയെ, അങ്ങയെയും എനിക്ക് കുപ്പായമിടാതെ കുത്തണമെന്ന് പറഞ്ഞു. സ്വഹാബികളൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി, ഓരോരോ ആൾക്കാര്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അള്ളാന്റെ റസൂല് ഉകാശയുടെ കയ്യിൽ വടി കൊടുത്തിട്ട് കുപ്പായമൂരിയപ്പോ ഉകാശ റളിയല്ലാഹു അൻഹു എല്ലാരും നോക്കി നിൽക്കെ അള്ളാന്റെ റസൂലിനെ കെട്ടി അങ്ങോട്ട് പിടിച്ചു. നബിയെ, ഞാൻ പഠിച്ചിട്ടുണ്ട് നബിയെ, അങ്ങയുടെ ശരീരത്തോട് വല്ലവന്റെ ശരീരവും ചേർന്നാൽ ആ ശരീരം ഒരിക്കലും നരകത്തിൽ കടക്കൂലെന്ന്. എനിക്ക് ഇതാണ് വേണ്ടത് നബി എന്ന് പറഞ്ഞിട്ട് കെട്ടി അങ്ങോട്ട് പിടിച്ചു. അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞേ, സഹാബ, സ്വർഗം നിർബന്ധമായ ഒരാളങ്ങൾക്ക് കാണണോ? സ്വർഗാവകാശിയായ ഒരു മനുഷ്യനങ്ങൾക്ക് കാണണോ? എന്നാൽ എന്റെ ഉകാശയുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിക്കോളൂവെന്ന്. ഏത് സ്വർഗം? മലിനങ്ങളില്ല, ശുദ്ധിയെപ്പോഴുമുണ്ട്, മണവസ്തു പൂശാതെപ്പോഴും മണമുണ്ട്.